ഹായ് ഡിയേഴ്സ്, 333 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു നിമിഷം ചിന്തിച്ചിട്ടുള്ളത്, അവരുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ള ഡീപ്പസ്റ്റ് തോട്ട്സ് എന്തൊക്കെയാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ്, മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല, ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും, വാലിഡ് ആയിരിക്കും. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. റിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. എന്താണ് ആ വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഈസ് ദെയർ കറൻറ്റ് ഫീലിങ്സ് ടുവേർഡ്സ് യു? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു ദിവസം ഓർ ഈ ഒരു സമയം എന്താണ് ചിന്തിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദെയർ കറൻറ്റ് ഫീലിങ്സ്? വാട്ട് ഈസ് ദെയർ കറൻറ്റ് ഫീലിങ്സ്? അവരെന്താണ് ചിന്തിക്കുന്നത്? അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഡീപ്പസ്റ്റ് തോട്ട്സ്. പേഷ്യൻസ്. അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട്. പതുക്കെയാണെങ്കിലും അത് നിങ്ങളുടെ റൂട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: എനിക്ക് നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, നീ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നിനക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയും, പക്ഷേ ക്ഷമ ആവശ്യമാണ്. പതുക്കെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതായി കൊണ്ടുപോകാനായിട്ട് അവരും ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാകും എന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. ഇവിടെ റൈപ്നെസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ നിങ്ങൾ വിട്ടു പിരിഞ്ഞു പോയി എന്ന് അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയാണ്. അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യുകയാണ് നിങ്ങൾ അവരുടെ കൂടെ ഇല്ല എന്നുള്ളത്. നിങ്ങളിപ്പോൾ അവരിൽ നിന്ന് വേർപെട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഡിഫറെൻറ്റ് കൺട്രീസിലായിരിക്കും രണ്ടുപേരും, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, ഡിഫറെൻറ്റ് ജില്ല, അങ്ങനെ ആയിരിക്കാം സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല, സംസാരിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ട്യൂണിങ് ഇൻ. പക്ഷേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാകുന്നുണ്ട്, അവരുടെയും മാനിഫെസ്റ്റേഷൻസ് വർക്കാകുന്നുണ്ട്. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഫ്യൂച്ചറിൽ ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. 7 എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. 4 എന്ന് പറയുന്ന ഒരു നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്, നിങ്ങൾ തമ്മിൽ കാണുന്നില്ല എങ്കിൽ പോലും പരസ്പരം ആഗ്രഹിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നായിരുന്നെങ്കിൽ എന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ക്ഷമ ആവശ്യമാണ് എന്ന് ഡിവൈൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കും സമയം കൊടുക്കൂ എന്ന് നിങ്ങളുടെ പാർട്ട്ണറും പറയുന്നുണ്ട്. ഇവിടെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണിയാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. രണ്ടുപേരും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഒരാൾ ഇമോഷണലി വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉള്ള ആളായിരിക്കാം, മറ്റേയാൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നല്ല ഡിസിഷൻസ് എളുപ്പം എടുക്കുന്ന ആളായിരിക്കാം. പരസ്പരം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളുള്ള ആളായിരിക്കാം, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കളറുകളുള്ള ആളായിരിക്കാം. ഇവിടെ ഔട്ട്സൈഡർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ കാണാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ലോക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, ഫ്രീഡം ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, ആർക്കെങ്കിലും ഒരാൾക്ക് ഫ്രീഡം ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ അവിടെ നിന്നുകൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവനതിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ നിങ്ങളെ തന്നെയാണ് നോക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണിത് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫോർവേഡ് സൈഡ് എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്നൊരു ആക്ഷൻ അവരെടുക്കില്ല, അല്ലെങ്കിൽ അവർക്കതിന് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവർ നിങ്ങളുടെ പ്രണയത്തെ അടുത്ത് വെച്ച് അവർ മിണ്ടാതിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ കിടന്നുറങ്ങുകയാണ്, അവർ മെഡിറ്റേഷൻ ചെയ്യുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണ്ട എന്നുള്ളത് തന്നെയാണ് അവരുടെ തീരുമാനം. കാരണം നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ട്രാപ്പഡായി പോകും എന്നുള്ള ഒരു ചിന്തയും ഇവർക്കുണ്ട്.
ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യത ഏറെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് സംസാരിക്കരുത് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ആക്ഷൻ വേണ്ട എന്നുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കോളേജസ് ആയിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. ആൻഡ് നിങ്ങൾക്ക് ഈ വ്യക്തി നന്നായിട്ട് അറിയായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ, രണ്ടു പേർക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന എന്തിനേയും തേർഡ് പാർട്ടിയായിട്ട് കാണാം, മനസ്സിലാക്കാം. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങളതിനെ മനസ്സിലാക്കുക. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് അവർക്ക് നിങ്ങളോടൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഭംഗിയുള്ള ഒരാളാണ് എന്നൊക്കെ അവർക്ക് തോന്നുന്നതാണ്. അതായത് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളതിനേക്കാൾ കൂടുതൽ ഭംഗി, ബ്യൂട്ടി ഒക്കെ നിങ്ങൾക്കുള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണ്. അതുപോലെ തന്നെ 8 of Wands എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണമെന്ന് അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെയും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും അവർക്ക് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണം എന്നൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം. കാരണം നിങ്ങൾ വിട്ടുപോയി, ഇപ്പോഴേ വിട്ടുപോയി, പിരിഞ്ഞിട്ടുണ്ട്, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, അതൊക്കെ അപ്പോൾ അവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും അവർ മൂവ് ഓൺ ചെയ്തിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് കൂടുതലൊന്നും നിങ്ങളോട് പറയാനായിട്ടോ ഷെയർ ചെയ്യാനായിട്ടോ അവർ ആഗ്രഹിക്കുന്നുമില്ല. അവരതെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അവർ അതുകൊണ്ടാണ് സമ്മർദ്ദം സഹിക്കാൻ പറ്റാതെ, പ്രഷർ സഹിക്കാൻ പറ്റാതെ അവർ മൂവ് ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാധ്യത ഇവിടെയുണ്ട്. പക്ഷേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നും ഒരു മെസ്സേജെങ്കിലും നിങ്ങളെ അറിയിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഒരുപക്ഷെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും, ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഇവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ്. നേരത്തെ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇവർ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ എംപറർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾ മാത്രം അറിഞ്ഞിട്ട് റിലേഷൻഷിപ്പ് ഒന്നായി പോകുന്ന ആൾക്കാരായിരിക്കാം. ഏതായാലും ഹസ്ബൻഡ് ഓർ വൈഫ് എന്നുള്ള ഒരു സ്ഥാനത്ത് തന്നെയാണ് നിങ്ങൾ അവരെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ 5 of Cups എന്ന് പറയുമ്പോൾ നിങ്ങളെ ഓർത്ത് റിഗ്രറ്റ് ഫീൽ ചെയ്യുകയാണ്. കാരണം നിങ്ങൾ ഓൾറെഡി അവരുടെ ലൈഫിൽ ഇപ്പോൾ ഇല്ല. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ വിട്ടുപിരിഞ്ഞു പോയി എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഓർക്കുന്നത്. അത് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോയിട്ടുള്ള ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് അവരെപ്പോഴും ഓർക്കുകയാണ്. ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് ഓർക്കുകയാണ് അവർക്കത് മറക്കാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. ഒരുപക്ഷെ ഇവരുടെ തെറ്റുകൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഉണ്ടായിപ്പോയത്. ആ ഒരു സാഹചര്യത്തെ പോലും അവർ വെറുക്കുകയാണ്. പെട്ടെന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിയതിൻ്റെ പേരിൽ, ബ്ലെയിം ചെയ്തതിൻ്റെ പേരിലൊക്കെ അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ അടുത്ത് ഏറ്റുപറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഇത് എന്താക്കി കളയണമെന്ന് അവരൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, അതിനുള്ള സാധ്യതകളെക്കുറിച്ച് അവർ തിരയുകയാണ്. പക്ഷേ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ടാണ് അവർ മുന്നോട്ട് വരാത്തത്. പക്ഷെ അവർ ചിന്തിക്കുകയാണ്, ഇപ്പോൾ ഒരുപാട് നാളുകളായി നിങ്ങൾ വെയിറ്റിങ്ങിലാണ്, ഇനി ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കണം, അവർക്കൊരു ഡിസിഷൻ എടുക്കണം എന്ന് അവരുടെ മനസ്സിനോട് തന്നെ പറയാണ്. ഇനി കാത്തിരിക്കാനായിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കില്ല, അവരൊരു ഡിസിഷനുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നവർ മനസ്സിൽ പറയുന്നുണ്ട്. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ഹോപ്പ് തരണമെന്നുണ്ട്. അവർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലതായിട്ടുള്ള ഹോപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആകുന്നുമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഫുൾഫിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്. സോളാർ പ്ലെക്സസ് ചക്ര എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ വളരെയധികം ധൈര്യം വീണ്ടെടുത്ത് മുന്നോട്ട് വരുന്നതായിരിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ നേരത്തെ ലൈഫിൽ അവർക്ക് വളരെയധികം ഭയം ഉണ്ടായിരുന്നിരിക്കണം. ഇപ്പോൾ അവർ ഭയമൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് വരാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഒരുപക്ഷെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ അകപ്പെട്ടു പോയി എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നിരിക്കും. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യത്തിൽ ഭയം ഉണ്ടായിരുന്നിരിക്കും. ആ ഒരു സിറ്റുവേഷനൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അവർ അവരുടെ ധൈര്യത്തെ വീണ്ടെടുക്കുന്നുണ്ട്. മുന്നോട്ട് വരാനായിട്ട് അവർ ധൈര്യം കാണിക്കുന്നുണ്ട്. നേരത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ പല പ്രാവശ്യം ക്ലാരിറ്റി ചോദിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് ഒരു ക്ലാരിറ്റി തരാനോ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴിയോ മുന്നിൽ തെളിഞ്ഞിട്ടേയില്ല.
അതുപോലെ തന്നെ ഇവർ മറ്റുള്ളവരെ ഭയപ്പെടുകയും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളെ ഇല്ലാതെ വളരെയധികം വിഷമം അനുഭവപ്പെടുകയാണ്. ഇമോഷണൽ ലോസ് ഉണ്ടാവുകയാണ് അവർക്ക്. അതുകൊണ്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നിർബന്ധമാകുന്നത്. യെസ്, വിക്ടറി ആൻഡ് സക്സസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും വിക്ടറിയിലേക്കാണ് വരുന്നത്, സക്സസ്സിലേക്കാണ് വരുന്നത്. ആ ഒരു സക്സസ് നൽകുന്നത് ഈ വ്യക്തി തന്നെയാണ്. ഈ വ്യക്തിയുടെ ആക്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് സക്സസ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു വിക്ടറിയിലേക്ക് വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവർ ആക്ഷൻ എടുക്കാത്തത് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ്. കാരണം ചുറ്റുപാടും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതൊക്കെ ഒന്ന് മാറട്ടെ എന്നുള്ള ഒരു ധാരണ ഇവർക്കുണ്ട്, അല്ലെങ്കിൽ ഉടനെ തന്നെ ഇത് മാറും എന്നുള്ള ഒരു പ്രത്യാശ ഇവർ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ആക്ഷനും ഇല്ലാതെ ഇപ്പോൾ അവർ മാറി നിൽക്കുന്നത്. പക്ഷേ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെന്നും ഒരു ആക്ഷൻ എടുക്കണമെന്നും ഒക്കെ ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ച ക്ലാരിറ്റി, അല്ലെങ്കിൽ ഇനി എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക, ഇതിനൊക്കെയും ഇപ്പോൾ ഇവർക്കൊരു മറുപടി ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച് പോയിട്ടുള്ളത് അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരു ക്ലാരിറ്റി തരണമെന്നുണ്ട്. ആ ഒരു ക്ലാരിറ്റിയിലൂടെ മാത്രമേ റിലേഷൻഷിപ്പ് സക്സസ് ആവൂ എന്ന് അവർ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് ക്ലാരിറ്റി തന്നിട്ടുള്ളത്. ഇവിടെ ഐ വാണ്ട് ടു ഫാൾ ഇൻ ലവ് വിത്ത് എഗെയിൻ ആൻഡ് എഗെയിൻ. ഞാൻ നിന്നിൽ വീണ്ടും വീണ്ടും പ്രണയത്തിൽ വീണ് പോവുകയാണ്. താങ്ക് യു ഫോർ യുവർ സ്റ്റാൻഡ് ഇൻ മൈ ഫേവർ. നീ എനിക്ക് ഫേവറായി നിന്നതിന് താങ്ക് യു. അതുപോലെ തന്നെ ഐ ഫീൽ ദ സെയിം ഫോർ യു. നീ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഞാനും നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ വളരെയധികം ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളത് ഈ ഒരു മെസ്സേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. വി ബോത്ത് നോ ഹൂസ് വോൾട്ട് ഇറ്റ് വാസ്. നമുക്ക് രണ്ടുപേർക്കും അറിയാം ആരുടെ തെറ്റാണ്, ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും അറിയാം. ഞാനാണോ തെറ്റ് ചെയ്തിട്ടുള്ളത്, നീയാണോ എന്നുള്ളതൊക്കെ നമുക്ക് രണ്ടുപേർക്കും അറിയാം. ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ഞാൻ എന്ത് നിന്നോട് തെറ്റ് ചെയ്താലും അതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ ആരുടെ ഭാഗത്ത് തെറ്റെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി പേഴ്സൻ്റെ നെയിം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓ എന്നാണ് കിട്ടിയിട്ടുള്ളത്. H I E Y J L N U D V A എന്നാണ് കിട്ടിയിട്ടുള്ളത്. F എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ചെന്നൈ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഔട്ട് ഓഫ് കൺട്രി വയനാട്, ഇടുക്കി, പത്തനംതിട്ട, ബാംഗ്ലൂർ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇവിടെ 27, 43, 17, 15, 42 ഏജ് ആയിരിക്കാം. 28 ഏജ് ആവും, ഡേറ്റ് ഓഫ് ബർത്ത് ആവാം. 7 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 9 എന്നൊരു ഡേറ്റ്. 666, 111, കാപ്രിക്കോൺ, അക്വേറിയസ്, ഏരീസ്, തിക് ഹെയർ, ബ്രദർ, ലവ്, ഏജ് ഡിഫറൻസസ്. 6 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ടോൾ, 38 ഏജ് ആവാം, 36 ഏജ് ആവാം. യെല്ലോ ബട്ടർഫ്ലൈ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ്. റെഡ് കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം. ഫോദർ എന്ന് കിട്ടിയിട്ടുണ്ട്. ബിയേർഡ്, ബിഗ് ഐസ്. വൈറ്റ് ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ്. ഷോർട്ട് ഹെയർ, യെല്ലോ കളർ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം. ആംഗ്രി, വളരെ ആംഗ്രി ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ഫാമിലി എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. ഏഞ്ചൽ നിങ്ങളോട് പറയുന്ന പെർഫെക്റ്റ് ടൈമിംഗ്, നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ളൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താലും അത് ഭംഗിയായിട്ട് നടക്കുമെന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും നടക്കുമെന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്.
ടേക്ക് ആക്ഷൻ എടുക്കൂ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ എടുക്കൂ എന്നുള്ളത് ഡിവൈൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ദൈവത്തോടും നിങ്ങളോടും. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസണേറ്റ് ആവത്തുള്ളൂ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.